എൻ്റെ മിക്ക വർക്കുകൾക്കും ഞാൻ ഈ സ്കൂട്ടിയിലാണ് പോകാറുള്ളത്. സാധാരണ എനിക്ക് സാറ്റർഡേ സൺഡേ ആണ് വർക്ക് ഉണ്ടാവാറുള്ളത്. പക്ഷേ പ്രകാശേട്ടന് സാറ്റർഡേ സൺഡേ ലീവാണ് കേട്ടോ. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വർക്കിന് പോയി കഴിഞ്ഞാൽ ആൾ ഫുള്ള് ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഒരു സന്തോഷം ആളുടെ മുഖത്ത്. എന്നെ ഓഫീസിലേക്ക് എന്നെ വർക്കിന് പറഞ്ഞയക്കാനായിട്ട് ആൾക്കൊരു ഉത്സാഹം. ഞാൻ ലുലു മോൾ, പാലക്കാട് ലുലു മോളിൽ മാരുതി സുസുക്കിയുടെ പ്രൊമോഷൻ വർക്കിന് വേണ്ടി വന്നതാണ്. 2 ദിവസം അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത സ്വിഫ്റ്റിൻ്റെ വർക്കാണ്. ഞാൻ കോമ്പയറിങ് 2 ഡേയ്സ് പാലക്കാട് ലുലുവിലായിരുന്നു. അപ്പോൾ ശരി, ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. മാനുവലും ഓട്ടോമാറ്റിക്കും സ്വിഫ്റ്റിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻസിൻ്റെ 2 മാനുവലിൻ്റെയും ഓട്ടോമാറ്റിക്കിൻ്റെയും അവർ ഡെമോ വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഒന്ന് കാണാനും പരിചയപ്പെടാനും വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കാറായിരുന്നു, ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. 4-5 പേർക്ക് സുഖമായിട്ട് പോവാം. പിന്നെ നല്ല മൈലേജൊക്കെ ഉള്ള വണ്ടിയാണ് മാരുതിയുടെ. ഇത് പ്രൊമോഷൻ വർക്കൊന്നുമല്ല, ഞാൻ ജസ്റ്റ് അവരെ വർക്കിന് പോയപ്പോൾ വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ ശരി, ആ നേരം കൊണ്ട് എനിക്ക് ഒരു ലഞ്ചിന് ബ്രേക്ക് കിട്ടിയപ്പോൾ ലുലു മോൾ വന്ന്, ഞാൻ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പാലക്കാട് ലുലു വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. കൊച്ചിൻ, ട്രിവാൻഡ്രം അത്രയൊന്നും വലുതല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അത്യാവശ്യം നമുക്കൊരു ഹൈപ്പർ മാർക്കറ്റ്, അതേപോലെ തന്നെ ലുലു കണക്റ്റ്, പിന്നെ ബ്യൂട്ടി പാർലർ, ഫുഡ് കോർട്ട്, കുട്ടികൾക്കുള്ള ഗെയിംസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ATM ഒക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓഫർ, അതായത് 219 രൂപയ്ക്ക് 5 കിലോ ആട്ട, അതേപോലത്തെ ബിരിയാണി ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ബാംബു ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാംബു ബിരിയാണി കഴിച്ചിട്ടില്ല, പക്ഷേ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ല് അവിടെ പോയപ്പോൾ, നല്ല അടിപൊളി സ്മെല്ലായിരുന്നു ബിരിയാണിയുടെ. പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് വർക്കിന് വന്ന കാരണം കൊണ്ട്. വേറൊരു ദിവസം എന്തായാലും പോകണം. പിന്നെ മന്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ലുലു കിച്ചണിലായിട്ട്. ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്, ഇല്ലാത്തതായിട്ട് ഒരു സംഭവം പോലും ഇല്ല. പിന്നെ സൂപ്പ് വേണമെങ്കിൽ നമുക്ക് 60 രൂപയ്ക്കും 40 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബൗളിൽ നമുക്ക് സൂപ്പ് എടുത്ത് കുടിക്കാൻ പറ്റും. ബില്ല് ചെയ്യണം അപ്പുറത്ത് പോയിട്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ സ്പ്രൗട്ടഡ് ബീൻസും സാലഡൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു പകുതി പോലും കാണിച്ചിട്ടുണ്ടാവില്ല, അത്രയ്ക്കും വലുതായിരുന്നു. ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ A to Z ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും. എനിക്ക് സമയത്തിൻ്റെ ഒരു ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകുമായിരുന്നു. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കുട്ടികൾക്കായിട്ട് ഒരു ഗെയിം സെഷൻ വളരെ നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ നേരെ ലുലു കണക്റ്റിലാണ് പോയത്. അവിടെ ഹോം അപ്ലയൻസസ്, കുട്ടികൾക്കുള്ള ടോയ്സ്, പിന്നെ ജ്വൽസ്, ഡ്രസ്സസ് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും, ബാക്കിയുള്ള എല്ലാം ലുലു പാലക്കാടുകാർക്ക് പാലക്കാട് ലുലുവിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വീട് വെക്കാനാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണെങ്കിലും ശരി, ചുമ്മാ ടൈം പാസിനാണെങ്കിലും ലുലു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഫുള്ള് കറങ്ങി വന്നപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ടീ സ്റ്റോപ്പിൽ പോയിട്ടൊരു ചായയും സാൻഡ്വിച്ചും വാങ്ങിച്ച് കഴിച്ചു. മൊത്തം 85 രൂപയാണ് ബില്ല് വന്നിട്ടുള്ളത്. വീണ്ടും ഒരു വ്ളോഗിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.